എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ശിവപ്രസാദ്, നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എഡ്യൂക്കേറ്റർ. നമുക്ക് SSCയുടെ വിവിധ എക്സാംസിന് വേണ്ടിയിട്ടുള്ള പരിശീലനത്തിൽ എല്ലാ ടോപ്പിക്സിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്കിവിടെ ഡെവലപ്പ് ചെയ്യണം. കൂടാതെ വിവിധ തരത്തിലുള്ള പരീക്ഷകളിൽ SSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ അവിടെ ഒന്ന് പരിചയപ്പെടുകയും വേണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാറ്റേൺ റെപ്പറ്റീഷൻ, ഈവൻ ക്വസ്റ്റ്യൻ റെപ്പറ്റീഷൻ, അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുക എന്നുള്ളതുമൊക്കെ ഇത്തരം എക്സാംസിൽ പൊതുവായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് രണ്ട് തരത്തിൽ അവിടെ പ്രിപ്പറേഷൻസിനെ അവിടെ വേണം. ഒന്ന്, നമുക്ക് ഏതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യുവാൻ സാധിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ വേണം. കൂടാതെ മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആവർത്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ ക്യാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പരിചയവും ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള ഒരു പരിചയവും നമുക്ക് അവിടെ വേണം. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ഒരു ഇനിഷ്യൽ പാർട്ട്, വെരി ബേസിക് കോൺസെപ്റ്റ് തൊട്ട് തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ പിടിക്കുകയാണ്. അപ്പൊ പെർസെൻറ്റേജ് എന്നുള്ള ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അരിത്തമെറ്റിക്കിന്റെ അടിസ്ഥാന ശിലകളിൽ ഒന്നാണ്. അപ്പോൾ പെർസെൻറ്റേജ് നല്ലപോലെ ആഴത്തിൽ വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അതിലെ ടൂൾസ് ഒക്കെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രൊഫിഷ്യൻസി നേടിക്കഴിഞ്ഞാൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്കൊരു ടോപ്പിക്കേ അല്ലാണ്ടാവും. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിന് അങ്ങനെ ഒരു പ്രാധാന്യം നമ്മൾ കൊടുത്തോണം. ഈ ഒരു ടോപ്പിക്കിനെ പഠിക്കുമ്പോൾ കോൺസെപ്റ്റ് വൈസ് ഒരു പാർട്ട്, അതായത് ചോദ്യങ്ങളൊക്കെ വന്നാൽ എന്താണ് അതിന്റെ ആശയം, അതെങ്ങനെ ചെയ്യുന്നു, അത്തരം കാര്യങ്ങൾ ഒരു ഭാഗത്തും, കാൽക്കുലേഷൻ വൈസ് ഉള്ള സ്കിൽസ് മറ്റൊരു ഭാഗത്തും ഉണ്ട്. ഇത് രണ്ടും ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് പോകണം. അപ്പൊ കാൽക്കുലേഷൻ സ്കില്ല് ഇവിടെ മസ്റ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തോണം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ഭാഗത്താണ് നമുക്ക് കാൽക്കുലേഷൻ സ്കിൽസ് കൂടുതലായിട്ട് വേണ്ടി വരിക എന്ന്. അപ്പൊ ഈ ടോപ്പിക്കിന്റെ ബേസിക് എന്തായിരിക്കും പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് നമ്മൾ എന്താ മനസ്സിലാക്കുക? പേഴ്സെന്റ് നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെ, പേഴ്സെന്റ്, ശതമാനം. അപ്പൊ ഈ പേഴ്സെന്റിന്റെ മീനിങ് എന്തായിരിക്കും? പെർസെന്റ്, സെന്റ് എന്ന് പറഞ്ഞാൽ 100 ആണെന്ന് അറിയാം അല്ലെ. പെർസെന്റ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 100. ഒരു ഡെഫിനിഷൻ ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടോ പറഞ്ഞാൽ പെർസെന്റ് എന്ന് പറയുന്നത് ഒരു നോർമലൈസേഷൻ ടൂൾ ആണ് എന്ന് പറയാം. നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ അറിയാം, വിവിധ പരീക്ഷകൾ നടക്കുന്നു, അതിനെ നമുക്ക് ഒരു പൊതുവായ ഏകകത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. നോർമലൈസ് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അവയെല്ലാം പെർസെൻറ്റേജ് ആക്കി പറഞ്ഞാൽ മതിയോ? പെർസെൻറ്റേജ് ആക്കി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ 100നെ അടിസ്ഥാനമാക്കി എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഈ പേഴ്സെന്റ് സിമ്പിൾ നമുക്ക് പരിചയമുണ്ട് അല്ലെ. ഈ പേഴ്സെന്റ് സിമ്പിളിന് തന്നെ അവിടെ ഒരു വാല്യൂ ഉണ്ട്. പേഴ്സെന്റ് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി? ഇത് 1/100 എന്നാണ്. ഇപ്പൊ പേഴ്സെന്റ് സിമ്പിളിന് തന്നെ ഒരു വാല്യൂ ഉണ്ട്, 1/100. അപ്പൊ ഈ രീതിയിൽ ആണ് പെർസെൻറ്റേജിന്റെ ബേസിക് ഐഡിയ. അപ്പൊ പെർസെൻറ്റേജ് ഒരു നോർമലൈസേഷൻ ടൂൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറയുകയാണ്, ഒരു സ്റ്റുഡന്റിന് 20 മാർക്കുള്ള ഒരു പരീക്ഷയിൽ 13 മാർക്ക് കിട്ടി. വേറൊരു സ്റ്റുഡന്റിന് 50 മാർക്കുള്ള ഒരു പരീക്ഷയിൽ 27 മാർക്ക് കിട്ടി. ഇവരിൽ ആരുടെ പെർഫോമൻസ് ആയിരിക്കും ബെറ്റർ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, ഇനിയും പോട്ടെ മറ്റൊരെണ്ണം കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. 10 മാർക്കുള്ള പരീക്ഷയിൽ വേറൊരു സ്റ്റുഡന്റിന് 6 മാർക്ക് കിട്ടി. ഇവരുടെ ആരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഇവരുടെ പെർഫോമൻസുകളെ നമുക്കൊന്ന് പൊതുവായ ഏകകത്തിൽ വിലയിരുത്തണം എന്നുണ്ടെങ്കിൽ എല്ലാ ഡിനോമിനേറ്റേഴ്സിനെയും 100 ആക്കി കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഈ 13/20 എന്നുള്ളത് നമ്മൾ മുകളിലും താഴെയും ഒരു 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് എത്രയെന്ന് തോന്നുന്നു? 13×5 65. താഴെ എന്താ വരിക? 5 × 20 100 എന്ന് വരും. ഇയാളുടെ സ്കോറിനെ നമുക്ക് ഇങ്ങനെ പറയാം, 100ൽ 65 എന്ന് പറയാം. രണ്ടാമത്തെ ആളുടെ സ്കോറിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അവിടെ ഡിനോമിനേറ്ററിനെ നമുക്ക് 100 ആക്കണം എന്നുണ്ടെങ്കിൽ 50നെ 2 കൊണ്ട് ഗുണിച്ചാൽ പോരെ. 50 × 2 ആണ്. അപ്പൊ 27നെ 2 കൊണ്ട് ഗുണിച്ചപ്പോ 54 എന്ന് തോന്നുന്നു. അയാളുടെ സ്കോർ 100ൽ 54 ആണ്. മൂന്നാമത്തെ ആളുടെ പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് 100 ആക്കാം, പൊതുവായിട്ടുള്ള ഒരു വാല്യൂയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോ അയാളുടെ സ്കോർ 100ൽ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
60 കാര്യം ഇവിടെ 10 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ ഈ പറഞ്ഞ സംഖ്യകളാണ്. അപ്പൊ ഈ ബൈ 100 എന്നുള്ളതിനെ നമ്മൾ മാറ്റി എഴുതുകയാണ്. ഇത് 65% ആണ്. ഞാൻ പറഞ്ഞു പെർസെന്റേജ് ചിഹ്നത്തിന്റെ വാല്യൂ 1/100 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ 65/100 എന്നുള്ളതിനെ ഒരു പൊതുവായ രീതിയിൽ എഴുതുന്നതാണ് 65%. ഇപ്പൊ രണ്ടാമത്തെ ആളുടെ പെർഫോമൻസ് അപ്പൊ അത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനമായി? 54%. മൂന്നാമത്തെ ആളുടെ പെർഫോമൻസ് അത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് 60%. അപ്പൊ ഇതിൽ ആരുടെ പെർഫോമൻസാ ബെറ്റർ? ഫസ്റ്റ് പേഴ്സന്റെ അല്ലേ? അതിൽ രണ്ടാമത് തേർഡ് പേഴ്സൺ വന്നു, മൂന്നാമത് നടുക്കത്തെ ആൾ വന്നു. അപ്പൊ ഒരു പൊതുവായ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇവയെല്ലാം മാറ്റി. ഇതിനാണ് പെർസെന്റേജ് ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ ബേസിക് ഐഡിയ നമുക്കിനി എന്താണ് നമുക്ക് പഠിക്കേണ്ടത്, നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇവിടെ ആദ്യം നമുക്ക് വേണ്ടത് എങ്ങനെ ഒരു പെർസെന്റേജിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റും. ഫ്രാക്ഷനോ റേഷ്യോയോ ഒക്കെ ആക്കാം. അപ്പം ശ്രദ്ധിക്കേണ്ടത് എത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ഈ പെർസെന്റേജ് ചിഹ്നത്തിനൊരു വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ X% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് X/100 എന്ന് എഴുതിയാൽ മതി. ഇത്തരത്തിലാണ് ഒരു പെർസെന്റേജിനെ ഫ്രാക്ഷൻ ആക്കുക. നമുക്ക് ഓരോ ഉദാഹരണം നോക്കാം. വളരെ പരിചിതമായിട്ടുള്ള ഒരു ശതമാനം അല്ലേ 50%. അപ്പൊ ഇതിനെ നമുക്കൊരു ഫ്രാക്ഷൻ ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? 50/100 എന്ന്. 50/100. 50/100നെ നമ്മളൊന്ന് ചെറുതായിക്കോ. നമുക്കറിയാം ഇത് 1/2 ആണ് അല്ലെ? അപ്പൊ നമുക്കറിയാം 50% എന്ന് പറഞ്ഞാൽ ഹാഫിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ആ ഹാഫിലേക്ക് എത്തിയത്. അപ്പൊ നമുക്ക് പരിചയമുള്ള വേറെ ഏതൊക്കെ പെർസെന്റേജസ് ഉണ്ട്? അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അടുത്ത പെർസെന്റേജ് 25% വരും. 25%. 25%നെ ഈ രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 25/100 എന്ന് വരും. 25/100. അപ്പൊ 25/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ആണ്. അപ്പൊ 1/4 ഭാഗം എന്നുള്ളതാണ് 25%. അങ്ങനെയാണെങ്കിൽ 10% എന്തായിരിക്കും? 10% നോക്കിയേ, 10% എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് ആലോചിച്ചേ. ഇത് 10/100, 10/100 എന്ന് പറയുന്നത് 1/10 ആണ്. 1/10. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റ് ചില ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ഉണ്ട്. ഈ മിക്സ്ഡ് ഫ്രാക്ഷൻസിന്റെ ഫോമിൽ വരുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ 12 and 1/2%. 12 and 1/2%. ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടോ ഡെസിമൽ ആയിട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് ഇവയെ ഇതിന്റെ കൺവീനിയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റാം. എങ്ങനെ നമ്മൾ ചെയ്യുക? 2 × 12 24, 24 + 1 25. അപ്പൊ ആദ്യം നമ്മൾ അതിന് 25/2 എന്ന് എഴുതി. ഇത്രയും പെർസെന്റ് ആണ് കേട്ടോ. ഇനി ആ പെർസെന്റേജ് ചിഹ്നം നമുക്ക് മാറ്റണമല്ലോ. അപ്പൊ പെർസെന്റേജ് ചിഹ്നം മാറ്റണമെങ്കിൽ 100 നമുക്ക് ചെയ്യണം. അപ്പൊ ഇത് 25/200 ആണ്. 25/200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1/8 അല്ലേ? ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടെ ശ്രദ്ധിച്ചോണം. ഈ 1/4ന്റെ പകുതിയാണ് 1/8. അതായത് 25ന്റെ പകുതിയാണ് 12 and 1/2 or 12.5%. അപ്പൊ ഇങ്ങനെ ഒരു കണക്ഷൻ കൂടെ ഓർത്തിരുന്നത് എളുപ്പമാണ്. ഇനി അത്യാവശ്യം ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരാൾ 33 and 1/3% എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു പോകുന്ന പെർസെന്റേജ് വാല്യൂസ് ഒക്കെ അവയുടെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻസും ഒന്ന് കാണാതെ പഠിച്ചു വെച്ചോണം. കാര്യം വിവിധ ചോദ്യങ്ങളിൽ ആവർത്തിച്ച് ഉപയോഗിക്കപ്പെടുന്നവയാണ് ഈ പെർസെന്റേജ് വാല്യൂസ് ഒക്കെ. അപ്പൊ ഓർത്ത് വെക്കാൻ എളുപ്പമല്ല. 50%, 1/2, 25%, 1/4, 10%, 1/10, 12.5 or 12 and 1/2%, 1/8. പുതിയ ആളെ ഇനി പരിചയപ്പെടുക. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് എന്തായിരിക്കും 33 and 1/3% കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ. അപ്പൊ ആദ്യപടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. 3 × 33 99, 99 + 1 100 എന്ന് തോന്നും. അപ്പൊ ഇത് 100 ഭാഗം താഴെ എന്താ വരിക? 3. അപ്പൊ 3% എന്ന് തോന്നും. ഇനി അടുത്ത പടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആ പെർസെന്റേജ് ചിഹ്നത്തിനെ നമുക്കൊന്ന് മാറ്റണം. അതിനുവേണ്ടി ഡിനോമിനേറ്ററിൽ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇങ്ങനെ ചെയ്തപ്പോ നമുക്ക് കിട്ടി
ഇത് 1/3. അപ്പൊ ഇത് ഒരിക്കലും മറക്കരുത്, ആ പെർസെന്റേജ് വാല്യൂ. അപ്പൊ 33 ആൻഡ് 1/3% എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രാക്ഷൻ 1/3 ആണ്. അപ്പൊ പെർസെന്റേജിൽ നിന്ന് ഫ്രാക്ഷനിലേക്ക് മാറ്റുന്ന രീതി മനസ്സിലായല്ലോ. ഇനി അതിന് റേഷ്യോ ആയിട്ടായിരുന്നു എഴുതാൻ പറഞ്ഞെന്ന് കരുതുക. അപ്പൊ ഈ 1/2 എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതിക്കോണം? 1:2. 1/4 എന്ന് പറഞ്ഞാൽ 1:4. 1/10 1:10. 1/8 1:8. 1/3 1:3. അപ്പൊ ഇങ്ങനെ എഴുതിപ്പോ. അങ്ങനെയാണ് തിരിച്ചുള്ള കൺവേർഷൻ നമുക്കിനി നോക്കുക. കൺവേർഷൻ ഫ്രം ഫ്രാക്ഷൻ ടു പെർസെന്റേജ്. തവണ ഫ്രാക്ഷനിൽ നിന്ന് പെർസെന്റേജിലേക്ക് പോകണം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നു ഒരു ഫ്രാക്ഷൻ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണം. A/B എന്നൊരു ഫ്രാക്ഷനെ കുറിച്ച് ചിന്തിച്ചു. ഇതിനെ ഒരു പെർസെന്റേജ് ആക്കണം. ഇതിനെ ഒരു പെർസെന്റേജ് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടെ പെർസെന്റേജ് ചിഹ്നം അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിനെ ഒരു പെർസെന്റേജ് ആക്കണമെങ്കിൽ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 100 കൊണ്ട് ഗുണിച്ചു, എന്നിട്ട് പെർസെന്റേജ് ചിഹ്നം കൊടുത്തു. അപ്പോൾ ഓർക്കാൻ എളുപ്പമാണ്. ഒരു പെർസെന്റേജ് ചിഹ്നത്തിനെ മാറ്റണമെങ്കിൽ, അതായത് പെർസെന്റേജിൽ നിന്ന് ഫ്രാക്ഷനിലേക്ക് ആക്കണം എങ്കിൽ ബൈ 100 വെറുതെ നിൽക്കുന്ന ഒരു സംഖ്യയെ പിടിച്ച് പെർസെന്റേജ് ആക്കണമെങ്കിൽ ഇൻറ്റു 100 ചെയ്താൽ മതിയാവും. അപ്പൊ ഇവിടെ ഇനി ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ആളുകൾ എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് 1/5 കുറിച്ച് ചിന്തിച്ചു. കുറെ ആൾക്കാരെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു കേട്ടോ. 1/5. 1/5 ആരാണ് നമ്മൾ നോക്കുകയാണ്. അപ്പൊ ഇതിനെ പെർസെന്റേജ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു 100 കൊണ്ട് ഗുണിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 1/5 ഇൻറ്റു 100 എളുപ്പമല്ലേ? ഈ 100ഉം 5 കൂടെ വെട്ടിയാലേ 20%. അപ്പൊ 1/5 ഇൻറ്റു 100 എന്ന് പറഞ്ഞപ്പോ 20% എന്ന് പറഞ്ഞു. ഇനി നമുക്ക് വളരെ പരിചയമുള്ള ഒരാളെ പരിചയപ്പെടാം. 3/4. നമ്മള് കൊളോക്കിയലി അതിനെ 1/4 ഭാഗം എന്നൊക്കെ പറയും. അപ്പൊ 3/4 അത് എത്ര ശതമാനത്തിനെയാണ് അപ്പൊ സൂചിപ്പിക്കുക എന്ന് ചിന്തിച്ച്, അപ്പൊ 3/4 ഇൻറ്റു 100% അല്ലേ? അപ്പൊ 3/4 ഇൻറ്റു 100. അപ്പൊ അവയൊക്കെ വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടി 75. ഇനി മൂന്നാമത് മറ്റൊരാളെ പരിചയപ്പെട്ടു. 1/6. ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും 1/6? സ്വയമായിട്ട് അവിടെ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചേ. അപ്പൊ 1/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/6 ഇൻറ്റു 100% ആണ്. അപ്പൊ അവിടെ ചെറിയൊരു പ്രശ്നം, നമുക്കിത് പൂർണ്ണമായിട്ടും അങ്ങോട്ട് വെട്ടിപ്പോകുന്നില്ല അല്ലെ? നമുക്ക് 50/3 എന്നാക്കാനേ പറ്റുന്നുള്ളൂ. ഇതിനെ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പൊ ഈ 50നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോ 5ന്റെ അകത്ത് 3 ഒരു തവണ 20 വന്നു. 20ന്റെ അകത്ത് 3 6 തവണ 18 വന്നു. മിച്ചം 2. അപ്പൊ ഇതിനെ എങ്ങനെയാ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുക? 16ഉം 3ൽ 2. മനസ്സിലായോ? 16ഉം 3ൽ 2. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ മനസ്സിലായിക്കോണേ. ഈ 3ൽ ഇതിനെ ഇനി തുടർന്ന് നമ്മൾ ദശാംശ സംഖ്യകളായിട്ട് എഴുതുക എന്ന് കരുതൂ. ഈ 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് 0.66666666 ഇങ്ങനെ പോകുന്ന ഒരു നമ്പറാണ്. അതിനെ നമുക്ക് ഇങ്ങനെയും പറയാം. 16.666666. അങ്ങനെ റെക്കറിംഗ് ഡെസിമൽ എന്ന് പറയാം അത്തരം ഡെസിമൽസിന്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരാളെ നമ്മൾ പരിചയപ്പെട്ടു പോയിട്ടുണ്ട്. അത് 1/3 ആണ്. എന്തായിരിക്കും 1/3? 0.3333 എന്ന് വരും അല്ലേ? ഇനി നമുക്ക് അടുത്തയാളെ ഇവിടെ പരിചയപ്പെടും. ഇവിടെ 1/9 ആണെന്ന് കരുതൂ. 1/9 നോക്കൂ. 1/9 ഈ രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/9 ഇൻറ്റു 100% എന്ന് വന്നു. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി വേറെ നിവൃത്തിയൊന്നുമില്ല. 100നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയേ സാധിക്കൂ. നിങ്ങൾക്ക് ഇനി പോയിട്ട് മാർജിനിൽ പോയിട്ട് ഡിവൈഡ് ചെയ്യാതെ തന്നെ ചിന്തിക്കരുതോ. 100ന്റെ അകത്ത് 9 എത്ര തവണയുണ്ട്? 100ൽ 9 എത്ര തവണയുണ്ട്? അപ്പൊ 100ൽ 9 എത്ര തവണ ഉണ്ടെന്ന് ചോദിച്ചാൽ 11 തവണ. 11 തവണ പൂർണ്ണമായിട്ട് 9 ഉണ്ട്. 11 9 99 ആണ്. മിച്ചം എത്രയാ? 1 ഉണ്ട് അല്ലെ? 99 കഴിഞ്ഞ് 1 മിച്ചമുണ്ട്. 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അപ്പൊ ഇങ്ങനെ എഴുതാം. ഈ 1/9 എന്ന് പറയുന്നതും ഒരു ഇൻട്രസ്റ്റിംഗ് റെക്കറിംഗ് ഡെസിമൽ ആണ് കേട്ടോ. ഈ 1/9 എന്ന് വെച്ചാൽ അത് 0.111111 റിപ്പീറ്റ് ചെയ്തു പോകും. അപ്പൊ ഒന്നുകിൽ നമുക്ക് 11 and 1/9 എന്ന് എഴുതാം, അല്ലെങ്കിൽ 11.1111. അതിന്റെ 2 ഡെസിമൽ പ്ലേസ് നമ്മൾ എഴുതുന്നുള്ളൂ. അതിനൊന്ന് മനസ്സിലാക്കാനായിട്ട് എക്സെട്രാ ഇട്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.
ഇതാണ് ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള ഫോം. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ എങ്ങനെ ഒരു പെർസെന്റേജിനെ ഫ്രാക്ഷൻ ആക്കാം, ഒരു ഫ്രാക്ഷനെ പെർസെന്റേജ് ആക്കാം. ഇനി നമ്മൾ പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള കാൽക്കുലേഷൻ കോൺസെപ്റ്റിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ അത്തരത്തിൽ നമുക്ക് ഒരാളെ പരിചയപ്പെട്ടാൽ മതി, x%(y). നമുക്ക് പടിപടിയായിട്ട് ബാക്കിയുള്ളവരെ പരിചയപ്പെടാം. ഈ ഒരാളെ വെച്ചിട്ട് തന്നെ, ഈ ഒരു കോൺസെപ്റ്റിനെ വെച്ചിട്ട് തന്നെ അവിടെ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ മുൻ വർഷങ്ങളിൽ വിവിധ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളെയും നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് മനസ്സിലാവും ടോപ്പിക് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് സാധനമൊന്നുമല്ല. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിലാക്കാം. ഈ x%(y) എന്താണ്? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ x%(y) എന്ന് നമുക്ക് എങ്ങനെ ചെയ്യാം? x%(y) എന്ന് പറഞ്ഞാൽ കാര്യം വളരെ സിമ്പിൾ ആണ്. x/100 into y എന്ന് ഇത്രേ വേണ്ടു. x%(y) എന്ന് പറഞ്ഞാൽ x/100 into y. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ പരിശോധിച്ചാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാണ് 50% ഓഫ് 16. അപ്പൊ നമുക്കറിയാം 50/100 50/100 ഓഫ് 16 അല്ലേ. ഇങ്ങനെ എഴുതിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ 50/100 എന്ന് എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു, അത് 1/2 ആണ്. അപ്പൊ 1/2 ഓഫ് 16 ആണ്. 1/2 ഓഫ് 16 എത്ര വന്നു? 8. കാര്യം മനസ്സിലായോ? ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക. ഇനി അല്പം മുമ്പ് നമ്മൾ പെർസെന്റേജിനെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ ആക്കാനൊക്കെ പഠിച്ചല്ലോ. എന്താണ് അതിന്റെ ഉപയോഗം എന്നുള്ളത് ഇപ്പൊ ഇവിടെ നിന്ന് മനസ്സിലായില്ല. ഇപ്പൊ 33 and 1/3% ഓഫ് 45 ഇങ്ങനൊരു സംഖ്യ വന്നു. നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ആരായിരുന്നു 33 and 1/3%? ഇതിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ എന്തായിരുന്നു എന്ന് കടന്നു വന്നോ? ഇപ്പൊ 33 and 1/3% കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ ആണ് 1/3. 1/3 ഓഫ് 45 എന്ന് എടുത്താൽ മതി. 1/3 ഓഫ് 45 എത്രയാ? 15. അപ്പൊ കാൽക്കുലേഷൻ വളരെ ഫാസ്റ്റ് ആക്കാൻ നമുക്ക് പറ്റും. അതിനാണ് നമ്മൾ മുമ്പ് പഠിച്ച ഫ്രാക്ഷൻസ്, പെർസെന്റേജിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രീവിയസ് സ്ലൈഡ്സിൽ അവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു 6 or 7 ഫ്രാക്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അവയെ ഓർത്തു വെച്ചോണം. ഇനിയും ധാരാളം ഈ പോകുന്ന വഴിക്ക് നമുക്ക് പഠിച്ചെടുക്കാനായിട്ടുണ്ട്. ഇത്തരത്തിലാണ് x%(y) നമ്മൾ കണ്ടുപിടിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 റൂൾസും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അപ്പൊ നമ്മൾ ഇവിടെ ബേസിക് ആയിട്ടുള്ള ഐഡിയ പറഞ്ഞു. x%(y) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. x/100 into y എന്ന് ചെയ്യണം. x/100 into y. ഇതാണ് ബേസിക്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒരു പോയിന്റ് x%(y) എന്ന് പറയുന്നത് തന്നെയായിരിക്കും y%(x). അപ്പൊ അവയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിടാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 50% ഓഫ് 16 എന്ന് പറയുന്നത് തന്നെയായിരിക്കും 16% ഓഫ് 50. അപ്പൊ ഇത് പല പ്രോബ്ലത്തിലും നമുക്ക് സഹായകമായിട്ട് വരും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. x%(y) is equal to y%(x). രണ്ടാമത്തെ റൂള് നമ്മൾ മനസ്സിലാക്കേണ്ടത് x%(a) ഒരു സംഖ്യയുടെ എയുടെ x% പ്ലസ് ഇതേ x% ഓഫ് b എന്ന് പറഞ്ഞാൽ ഈ രണ്ടിലും x പൊതുവല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം, x% ഓഫ് a plus b. ഇത് പ്ലസിൽ മാത്രമല്ല മൈനസിലും ഉപയോഗിക്കും. മൈനസിലും ഇത് നമുക്ക് ഉപയോഗിക്കാം. x% ഓഫ് എയും x% ഓഫ് ബിയും കൂടെ കൂട്ടിയാൽ x% ഓഫ് a plus b എന്ന് വരും. മൈനസിലും അത് ഉപയോഗിക്കാം. ഇനി നേരെ തിരിച്ച് ഇങ്ങനെ വന്നു, x% ഓഫ് a പ്ലസ് y% ഓഫ് a. ഇങ്ങനെയാണ് വന്നതെന്ന് കരുതൂ. അപ്പൊ ഇവിടെ ആരാണ് പൊതുവായിട്ടുള്ളത്? a ആണ് ഇവിടെ പൊതുവായിട്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കണം? x% ഓഫ് എയും y% ഓഫ് എയുമാണ്. അപ്പൊ അവയെ നമുക്ക് അവിടെ ആഡ് ചെയ്യാം. x പ്ലസ് y% ഓഫ് എ എന്ന് പൊതുവായിട്ട് കൊണ്ടുവരാം. x പ്ലസ് y% ഓഫ് എ. അപ്പൊ ഇവിടെ മൈനസ് വേണേലും ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കാം. മറ്റൊരു പ്രധാന ആളെ ഒന്ന് പരിചയപ്പെട്ടോണം. a into b % ഓഫ് c into d.
ഇങ്ങനെ വന്നു എന്ന് കരുതുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഘടകങ്ങൾ എ ഇൻറ്റു ബി, എക്കകത്ത് എ ബി എന്നുള്ള സംഖ്യക്കകത്ത് എയും ബിയും ഓരോ ഫാക്ടേഴ്സ് ആണ്, സി ഡിക്കകത്ത് സിയും ഡി. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷഫിൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. വേണേ എയുടെ കൂടെ സി എ വിടാം, AC% ഓഫ് ബി എ അപ്പൊ ഇപ്പുറത്ത് വിട്ടാൽ മതി, ബി ഡി. ഇനി ഒരാളെ അപ്പുറത്തേക്ക് വിടണമെന്നൊന്നുമില്ല, ഇങ്ങനെ വേണേ കൊണ്ടുവരാം, ABC% ഓഫ് ഡി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന പെർസെന്റ് ഓഫ് എന്ന് നമ്മൾ നടുക്കെഴുതിയതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള സംഖ്യകൾ ഗുണിച്ചാൽ എപ്പോഴും തുല്യമായിരിക്കണം. അതിനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് 30% ഓഫ് 40 എന്ന് പറഞ്ഞു എന്ന് കരുതുക. നമ്മൾ ഈ 30-ക്കകത്തുനിന്നും 40-ക്കകത്തുനിന്നും ഒരു 10 വീതം എടുത്താൽ, 30-യിൽ നിന്നും ഒരു 10 എടുത്തു, 40-യിൽ നിന്നും ഒരു 10 എടുത്തു. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയാം, ഇവിടെ ഇത് 3 × 10 ആണല്ലോ. പല രീതിയിൽ അതിനെ ഫാക്ടറൈസ് ചെയ്യാം. നമ്മൾ അവിടെ ഒരെണ്ണം എടുക്കുന്നു എന്നുള്ളത്. ഇവിടെ ഈ 3ഉം 4 കൂടെ ഗുണിച്ചപ്പോൾ 12, 10ഉം 10 കൂടെ ഗുണിച്ചപ്പോൾ 100 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, 100% ഓഫ് 12 എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? ഇല്ല 12% ഓഫ് 100 എന്ന് പറയാം. അപ്പൊ തിരിച്ചു മറിച്ചു. ഇനി അവയ്ക്കകത്തെ ഫാക്ടേഴ്സ് ഇട്ടിട്ട് കമ്പൈൻ ചെയ്തൊക്കെ പറയാം. അപ്പൊ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അവയെ കൂടുതൽ മനസ്സിലാക്കും. ഇനി ഇപ്പൊ പഠിച്ച ഈ ചെറിയ കാര്യം, എന്താ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പഠിച്ചേ? ഒന്ന് കൺവേർഷൻ പഠിച്ചു, മറ്റൊന്ന് ബേസിക് അടിസ്ഥാനമായിട്ടുള്ള കാൽക്കുലേഷൻ ആയിട്ടുള്ള X% ഓഫ് Y പഠിച്ചു. അപ്പൊ ഇതിനെ മാത്രം വെച്ചിട്ട് തന്നെ എങ്ങനെയാണ് SSC വിവിധ ചോദ്യങ്ങൾ അവിടെ ചോദിച്ചിരിക്കുന്ന അവയെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 28% ഓഫ് 72 is equal to 36% of dash. 28% of 72 equal to 36% of dash. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച ബേസിക് ആയിട്ടുള്ള കാര്യം വെച്ചിട്ട് ഇതിനെ പറഞ്ഞാൽ 28% ഓഫ് എന്നുള്ളതിനെ നമ്മൾ എഴുതിയാൽ ഇങ്ങനെ ഇരിക്കും, 28/100 into 72. റൈറ്റ് സൈഡിൽ 36/100 into X എന്നിട്ടാ മതി. X ആ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ 100 പൊതുവായിട്ടുള്ളതല്ലേ, അതിനെയും കട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ X എന്താണ് എന്ന് ചോദിച്ചാൽ ഈ 28 into 72 അതിനെ ഗുണിച്ചു വെക്കരുത് കേട്ടോ. അതിനെ ഗുണിക്കാൻ പാടല്ലേ. അപ്പൊ പകരം ഈ 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ അവിടെ ഡിവിഷൻ എളുപ്പമാണ്. അപ്പൊ നമ്മള് ഇത് ചെയ്തു വരുമ്പോൾ ഞാൻ പറഞ്ഞു കാൽക്കുലേഷൻ പാർട്ട് നമ്മൾ പ്രൊഫിഷ്യന്റ് ആകണം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ കാൽക്കുലേഷൻ്റെ അകത്ത് കുറച്ച് സ്ട്രാറ്റജിക്കൽ അപ്രോച്ചിങ് സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ പെടുന്ന ഒന്നാണ് നമ്മൾ ചാടിക്കേറി ഓപ്പറേറ്റ് ചെയ്ത്, അതായത് മൾട്ടിപ്ലൈ ചെയ്യാൻ കണ്ട ഉടനെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കൊന്നും വേണ്ട. ചിലപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അത് ഡിവൈഡ് ചെയ്യപ്പെട്ടു പോകാം. ഇത് അത്തരത്തിലൊരു സാഹചര്യമാണ്. അതിന് 36 72 കൂടെ ഡിവൈഡ് ചെയ്തപ്പോ 28 × 2 എന്ന് വന്നു. അതെന്ന് പറയുമ്പോൾ 56. അപ്പൊ നമ്മുടെ ഉത്തരം 56. ഇപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യനെ നമ്മൾ അവസാനം പറഞ്ഞ ഫാക്ടർ ഷെയറിങ്ങുമായിട്ട് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പിടികിട്ടും. അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരിക എന്നുള്ളത്. അപ്പൊ എങ്കിലും ബേസിക് ആയിട്ടുള്ള മോഡൽസ് നമ്മൾ പഠിച്ചു പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ചെയ്തപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. 25% ഓഫ് 25% ഓഫ് 25. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അവസാന 25 എന്നുള്ളത് 25 മാത്രമാണ്, 25% ഇല്ല എന്ന്. അപ്പൊ നമ്മൾ ഉത്തരമൊക്കെ നോക്കിയപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി. കാര്യം 25% എന്നുള്ളതിന്റെ ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചു 1/4 ആണ്. അടുത്ത 25% അവിടെ എന്ത് ചെയ്യണം? 1/4. ആ ഓഫ് എന്ന് പറയുന്നതിനെ നമ്മൾ ഇൻറ്റു ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചോ. 1/4 ഓഫ് 25% കറസ്പോണ്ടിങ് ആയിട്ട് 1/4 എന്ന് എഴുതി. ഓഫിന് പകരം ഇൻറ്റു 1/4 ഓഫ് 1/4 ഓഫ്. അവസാനത്തെ 25 തന്നെ ഇട്ടോണം. എന്തായിരിക്കും ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുക? 25 25/4 × 4 എത്ര വന്നോളും? 16. അപ്പൊ നമ്മുടെ ആൻസർ റെഡി, 25/16. എളുപ്പമല്ലേ? ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ്. അടുത്ത കണ്ടു, റേഷ്യോ തന്നിരിക്കുകയാണ്. റേഷ്യോ 5:4 എക്സ്പ്രസ്ഡ് ആസ് എ പെർസെന്റേജ്. അപ്പൊ ഇവിടെ 5:4 എന്ന് നമുക്കൊരു വാല്യൂ കിട്ടിയാലേ അതിനെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുക? 5:4. 5:4നെ ഒരു ഫ്രാക്ഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുക 5/4 എന്നല്ലേ.
ഇപ്പോൾ 5:4 ഒരു ഫ്രാക്ഷൻ ആക്കുക എന്ന് പറഞ്ഞാൽ A:B എന്ന് പറഞ്ഞാൽ അതിനെ ഫ്രാക്ഷൻ ആക്കിയാൽ A/B എന്ന് നമ്മൾ എഴുതും. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഫ്രാക്ഷനെ പെർസെന്റേജ് ആക്കണം. എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 100 കൊണ്ട് ഗുണിച്ചിട്ട് പെർസെന്റേജ് ചിഹ്നം ഇട്ടണം. അപ്പോഴേ പെർസെന്റേജ് ചിഹ്നം ഇട്ടണം 100 കൊണ്ട് ഗുണിച്ചാൽ. ഇവിടെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. 100നെ 4 കൊണ്ട് ഹരിച്ചു. അപ്പൊ 25 എന്ന് വന്നു. 5 ഗുണം 25 എത്രയാണ് നോക്കിയാൽ മതി. 5 ഗുണം 25 125% ആണ്. അപ്പൊ റേഷ്യോയെ പെർസെന്റേജ് ആക്കുന്ന രീതിയും നമ്മൾ മനസ്സിലാക്കി വെച്ചോണം. പുതുമയൊന്നുമില്ല. ഫ്രാക്ഷനെ പെർസെന്റേജ് ആക്കി അതേ രീതി തന്നെ എവിടെയും കൊണ്ടുവന്നാൽ മതി. ഇനി ചെറിയ ആപ്ലിക്കേഷൻസ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് നമ്പർ ഈസ് 40% ലെസ് ദാൻ 90? ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. വിച്ച് നമ്പർ ഈസ് 40% ലെസ് ദാൻ 90? അപ്പൊ ഇതെല്ലാം മത്സര പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള വിവിധ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അവിടെ വളരെ ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റിലെ ഏത് സംഖ്യയാണ് 90-നേക്കാൾ 40% കുറവെന്നാണ് കേട്ടോ. 90-നേക്കാൾ 40% കുറവ്. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? 90ന്റെ 40% എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ ആദ്യ പടിയായിട്ട് നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. എന്താണ് 40% ഓഫ് 90? എന്താ ഈ 40% ഓഫ് 90? 40/100 × 90 എന്ന് വരും അല്ലെ? അപ്പൊ അതിന് ഞാൻ ഒരു എളുപ്പവഴി പറയാം. ഇത്തരത്തിൽ രണ്ട് സംഖ്യകളും 0-ലാണ് അവസാനിക്കുന്നതെന്ന് കരുതുക. അപ്പൊ ഇതിലെ ഈ 4ഉം ഈ 9ഉം കൂടെ ഗുണിച്ചാൽ മതി. 4 ഗുണം 9 36 അല്ലേ? 4 ഗുണം 9 36. അപ്പൊ ഇങ്ങനെ രണ്ടും 0-ലാണ് അവസാനിക്കുന്നതെങ്കിൽ ആ 0 മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 90ന്റെ 40% 36ആണ്. അപ്പൊ നമ്മുടെ ചോദ്യം 90-നേക്കാൾ 36 കുറഞ്ഞതാര് എന്നാണ് ചോദ്യം. 90-നേക്കാൾ 40% കുറഞ്ഞതാര് എന്ന് ചോദിച്ചാൽ 90-ൽ നിന്ന് 40% 40% ഓഫ് 90 കുറച്ചാൽ മതി. അപ്പൊ 90 മൈനസ് 36 എത്ര എന്ന് വന്നോളൂ? 54 എന്ന് വന്നോളൂ. അപ്പൊ ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പകരം നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. 90ന്റെ 40% കുറഞ്ഞു. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുന്നു 40% ലെസ് ദാൻ 90. അപ്പൊ ഏതെങ്കിലും ഒരു സംഖ്യയുടെ 40% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമായി എന്നാണ്. ഒരു സംഖ്യയുടെ 40% കുറഞ്ഞു. ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് എത്ര ശതമാനം? 100% അല്ലെ? അപ്പോ 40% അതിൽ നിന്ന് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്ന എത്ര ശതമാനമുണ്ട്? അവശേഷിക്കുന്ന എത്ര ശതമാനമുള്ള? അവശേഷിക്കുന്ന 60%ആണെന്ന് മനസ്സിലായി. എന്ത് ചെയ്തേ? 100ൽ നിന്ന് 40 കുറച്ചു. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ പറയാം, ഇത് 60% ഓഫ് 90. അപ്പൊ നമ്മൾ ആ ഒരു കോൺസെപ്റ്റിനെ അവിടെ മനസ്സിലാക്കുകയാണ്. ഇതെല്ലാം ഓരോ ടൂൾസ് ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏതെങ്കിലും സംഖ്യയുടെ 40% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്നത് 60%. 10% കുറഞ്ഞു അവശേഷിക്കുന്നത് 90%. 15% കുറഞ്ഞു അവശേഷിക്കുന്നത് 85%. 25% കുറഞ്ഞു അവശേഷിക്കുന്നത് 75%. മനസ്സിലാക്കാൻ സാധിച്ചോ? അപ്പൊ ഈ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ടപ്പെന്ന് നമുക്ക് ആൻസറിലേക്ക് വരാം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. എന്താണ് 60% ഓഫ് 90? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം വീണ്ടും ഇവിടെ വന്നു. 6ഉം 9ഉം കൂടെ ഗുണിച്ചാൽ പോരെ? ഇത്തവണ 6ഉം 9ഉം കൂടെ ഗുണിച്ചു. അപ്പൊ 6 ഗുണം 9 96 54. ഇത് കുറെ ഒന്ന് പ്രാക്ടീസ്ഡ് ആയി കഴിഞ്ഞാൽ മനസ്സിൽ കൊണ്ടുവരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. നമുക്ക് എഴുതേണ്ടി വരുമോ? ഇല്ല. ബൈ മൈൻഡ് നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് കണ്ടപ്പോൾ നമ്മൾ ഇച്ചിരി പേടിച്ചു അല്ലെ? എന്നാൽ അങ്ങോട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞ കാര്യം എളുപ്പ. സാധാരണ നമുക്ക് മനസ്സിലാക്കിയ സ്റ്റെപ്പ് വെച്ച് അങ്ങ് എഴുതിയാൽ മതി. ഈ 0.15%. അപ്പൊ ഇവയെല്ലാം നമുക്ക് ആദ്യം പെർസെന്റേജിന്റെ ഫോമിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. ഫ്രാക്ഷന്റെ ഫോമിലേക്ക് കൊണ്ടുവരാം. ഇവ ഇപ്പൊ പെർസെന്റേജ് ആണല്ലോ. 0.15 അതിന്റെ കൂടുതലുള്ള പെർസെന്റേജിനെ നമ്മളൊന്ന് മാറ്റുകയാണ്. അപ്പൊ അത് by 100 എന്ന് എഴുതാം. 33 and 1/3% എന്ന് കണ്ടപ്പോഴേ ലഡ്ഡു പൊട്ടണം. നമുക്ക് മനസ്സിലാകണം, ഇത് നമുക്ക് വളരെ പരിചയമുള്ള ആളാണ്. 33 and 1/3%. ഓർമ്മയുണ്ടോ? 33 and 1/3% ആരായിരുന്നു?
അതിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷനെ നമ്മൾ എഴുതിയാൽ മതി. അപ്പൊ അത് 1/3 ആണ്. 33 ആണ് 1/3%, 1/3 ആണ്. പിന്നെ 10,000. അപ്പൊ അത് സന്തോഷമുള്ള കാര്യമാണ്. കാര്യം ഇവിടുത്തെ പൂജ്യങ്ങളൊക്കെ ഇവിടെ വെട്ടിപ്പോകുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യന്റെ സ്റ്റെപ്പിനെ നമുക്ക് ഈ രീതിയിൽ ഒന്ന് പുനർവിന്യസിക്കുവാൻ പറ്റി. ഇനി അടുത്ത പരിപാടികൾ നമുക്ക് പരിചയമുള്ളവയാണ്, വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. ഈ 100-ലെ 2 പൂജ്യവും മുകളിലത്തെ 10,000-ലെ 2 പൂജ്യവും തമ്മിൽ വെട്ടി. അപ്പൊ ഈ 0.15 എന്നുള്ള ആള് അവിടെ ഒരു 2 പ്ലേസ് ഇടത്ത ഡെസിമൽ കിടക്കുന്നത് എന്ന് വെച്ചാൽ ഒരു കടത്തി കിടക്കുക. അയാളെ നമുക്ക് ഈ 100-മായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അയാളുടെ കടമൊക്കെ മാറ്റി 15 എന്നാക്കി എഴുതാൻ പറ്റും. അപ്പൊ ഇത് 15/3 എന്നായി. 15/3 എന്ന് പറയുമ്പോൾ എത്ര വന്നോളും? 5 എന്ന് വന്നോളും. അപ്പൊ നിങ്ങൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്ന അവസരത്തിലേ നമ്മൾ സ്റ്റക്കായിട്ട് അങ്ങനെ നിൽക്കരുത്, പേടിച്ച് നിൽക്കരുത്. നമുക്ക് അറിയാവുന്ന സ്റ്റെപ്പുകളൊക്കെ വെച്ച് എഴുതി മുന്നോട്ടേക്ക് പോവാം. അപ്പൊ ഒരുപക്ഷെ തുടക്ക സമയങ്ങളിൽ നമ്മൾ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ട ധാരാളം സമയം എടുക്കേണ്ടി വരാം. വളരെ ക്വാണ്ടിറ്റി ഓഫ് റെഫറുകൾ ഇവിടെ ചെയ്യേണ്ടതായിട്ട് വരാം. അതൊന്നും പേടിക്കുകയേ വേണ്ട. അതിലേക്ക് അങ്ങ് ഇറങ്ങുക, ചെയ്യുക. എങ്ങനെയെങ്കിലും അതുമായിട്ട് മല്ലടിച്ച് ഉത്തരം കണ്ടുപിടിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പിന്നില് ഈ ക്രാക്കിംഗ് ദ ഷെൽ ഓഫ് എ ക്വസ്റ്റ്യൻ എന്ന് പറയും. അതായത് ഈ ചോദ്യത്തിന്റെ ഒരു പുറന്തോടുണ്ട്, അതിനെ ഒന്ന് പൊട്ടിക്കണം. അപ്പൊ ഇതിനെ ഒന്ന് പൊട്ടിക്കുക എന്നുള്ളൊരു സ്കില്ല് നമ്മൾ നേടിയെടുക്കണം. അപ്പൊ അങ്ങനെ നേടിയെടുത്തു കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് അവിടെ ചിന്തിക്കാം, ഞാൻ ചെയ്തത് എങ്ങനെ എനിക്ക് അവിടെ ചെലവാക്കിയ സമയം കുറയ്ക്കാം, എങ്ങനെ അവിടെ എഴുതിയതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം, ഈ ചോദ്യം പൂർണ്ണമായിട്ടും ബൈമൈൻഡ് ചെയ്യുവാൻ സാധിക്കുമോ? അത് നമുക്കറിയാം, എക്സാമിന് നമുക്ക് ഒരു ചോദ്യത്തിന് 1 മിനിറ്റ് പോലും അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സമയം ലഭിക്കുകയില്ല. എന്നാൽ ഞാൻ ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ ഒത്തിരി സമയമെടുക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് അവിടെ കൺസിഡർ ചെയ്യാം. അപ്പൊ എങ്ങനെ ആ ടൈം കൺസപ്ഷൻ നമുക്ക് കുറച്ചുകൊണ്ടുവരാം? അത് ഈ ഒരു പ്രാക്ടീസിലൂടെ നമ്മളിപ്പോൾ അതിനെ ചെയ്യുക. ആദ്യം നിങ്ങൾ ആ പുറന്തോടങ്ങ് പൊട്ടിച്ചകത്തേക്ക് കിടക്കുക. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ അതിന്റെ സമയം കുറച്ചു കൊണ്ടുവരികയും അതിന്റെ മോസ്റ്റ് പ്രൊഫഷണൽ വേ ഓഫ് അപ്രോച്ച് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഈ ചോദ്യം നോക്കൂ, വാട്ട് ഈസ് 20% ഓഫ് 25% ഓഫ് 300? അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം. 20% ഓർക്കുന്നോ? ഫ്രാക്ഷൻ എന്താന്നുള്ളത് 1/5. ഇനി ഓർക്കുന്നില്ല എങ്കിൽ നമ്മൾ സാധാരണ പോലെ തന്നെ എഴുതിക്കൂ. 20% എന്ന് പറഞ്ഞ 20/100. 25% 25/100 ഗുണം 300. ഇതാണ് സംഭവം. അപ്പൊ 20% എന്നുള്ളത് 1/5 ആണെന്ന് ഇനി മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രാക്ഷൻ ആണെങ്കിൽ നേരിട്ട് തന്നെ കിട്ടണം. 25% 1/4 ആണ് ഇൻറ്റു 300. അപ്പൊ നമുക്ക് ഇവയെ ഓരോ 5 കൊണ്ട് നമുക്ക് ആദ്യം ഡിവൈഡ് ചെയ്തു. 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 60. ഇനി 4 കൊണ്ട് വെട്ടി, 4 കൊണ്ട് 60നെ വെട്ടിയപ്പോ 15. ഉത്തരം റെഡി, 15. ഇങ്ങനെ കൊണ്ടുവന്നു 15 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. സോ ദ ആൻസർ ഓപ്ഷൻ ബി. 20% ഓഫ് 25% ഓഫ് 300 എന്ന് പറഞ്ഞാൽ ഇപ്രകാരം നമുക്ക് അവിടെ കൊണ്ടുവരാം. ഇവിടെ വേറൊരു അപ്രോച്ചിങ് സ്റ്റൈൽ കൂടിയുണ്ട്, അതോടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ചെയ്ത പോലെ ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു സാഹചര്യവും കൂടെ നോക്കൂ. 20% ഓഫ് 25% ഓഫ് 300 എന്ന് പറയുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് അങ്ങ് ഇട്ടു. ബ്രാക്കറ്റ് ഇട്ടത് എവിടം വരെയാണ് എന്നുള്ളത് ശ്രദ്ധിച്ചോ. അവസാനത്തെ പെർസെന്റേജിനെ ഫ്രീ ആക്കി വിട്ടു. ഈ 20% ഓഫ് 25നെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? 20% ഓഫ് 25 എന്താണ്? 20% ഓഫ് 25. അപ്പൊ നമ്മൾ ഇവിടെ ചിന്തിച്ചോണം, 10% ഓഫ് 25 എന്തായിരിക്കും? അപ്പൊ ഏതൊരു സംഖ്യയുടെയും 10% കണ്ടുപിടിക്കണമെങ്കിൽ വലതുവശത്ത് നിന്ന് ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റി ദശാംശം ഇട്ടാ മതി, ഡെസിമൽ പോയിന്റ് ഇട്ടാ മതി. അപ്പൊ ഇവിടെ 25 എന്നുള്ളത് എന്തായി മാറും? 2.5 എന്നാകും. വളരെ പ്രധാനപ്പെട്ട അറിവാണ് കേട്ടോ. ഏതൊരു സംഖ്യയുടെയും 10% കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പ്ലേസ് ഇടത്തേക്ക് മാറ്റി പോയിന്റിനെ ഇടുക. അപ്പൊ 25 എന്നുള്ളത് 2.5 ആയി. അപ്പൊ ഇതിനോടനുബന്ധിച്ച് പറയാം, 1% കണ്ടുപിടിക്കേണ്ടതെങ്കിലോ ഏതെങ്കിലും സംഖ്യയുടെ 1% കണ്ടുപിടിക്കണം. 2 സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് ഇട്ടോണം. 0.25 വന്നു വരും അല്ലെ? അപ്പോ 10% കിട്ടിയ സ്ഥിതിക്ക്
20% കിട്ടാൻ എളുപ്പമല്ലേ? അപ്പൊ 20% ഈ 2.5ന്റെ ഇരട്ടിയാണ്. 20% 2.5ന്റെ ഇരട്ടി. അപ്പൊ 2.5ന്റെ ഇരട്ടി എത്ര? 5 എന്ന് വരും. ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ആളെ നമുക്ക് ഇങ്ങനെ പറയാം, ഇത് 5 ആണ്. അപ്പൊ 5% ഓഫ് 300 എന്നായി. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം വീണ്ടും എടുത്തോളൂ. 5% ഓഫ് 300 വേണം. നമുക്ക് 10% ഓഫ് 300 എന്താ? 10% ഓഫ് 300. ഇതേ 10%നെ കുറിച്ച് തന്നെ നമ്മൾ വീണ്ടും ചിന്തിക്കുകയാണ്. അപ്പൊ ഇവിടെ 10% ഓഫ് 300 30 ആണ്. 300ന്റെ 10%. അപ്പൊ 300ന്റെ 5% ബൈ മൈൻഡ് കൊണ്ടുവരാം. 30ന്റെ പകുതി എത്രയായിരിക്കും? 15 എന്ന് വന്നില്ലേ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലൂടെ ചെയ്തു പോകാം. അപ്പൊ 20% ഓഫ് 25. അപ്പൊ ഇവിടെ ഈ ചോദ്യം ചെയ്യാൻ ഇതാണ് എളുപ്പവഴി എന്നല്ല പറഞ്ഞത് കേട്ടോ. ഈ ചോദ്യത്തിലൂടെ നമ്മൾ അത്തരം ഒരു ആപ്ലിക്കേഷൻ കൂടെ ഇവിടെ പരിചയപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ഇച്ചിരി വലിയ സംഖ്യകളൊക്കെ വന്നു. 498 is 17% ലെസ് ദാൻ ദ നമ്പർ ബൈ. എന്താ ചോദ്യം എന്ന് വല്ലതും പിടികിട്ടിയോ? അപ്പൊ നമുക്ക് തുടക്കത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാ ഈ ചോദ്യം വായിച്ചാൽ എന്താ അവർ ഉദ്ദേശിച്ചതെന്ന് പിടികിട്ടാതെ വരിക. അങ്ങനത്തെ സാഹചര്യം. ഇതൊക്കെ ഒറ്റ ലൈൻ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുത്തിയിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ ആശയം കിട്ടും എന്തായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അവിടെ മനസ്സിലാക്കണം, തുടക്ക സമയത്ത് അത് വളരെ കോമൺ ആണ്. നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. വളരെ വലിയ സൈസുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആകെപ്പാടെ ഒരു വെറുപ്പും വിദ്വേഷമൊക്കെ തോന്നും. ആകെ ഒരു നിസ്സഹായാവസ്ഥ ഇവിടെ തോന്നും. ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളെയും ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന അവസരത്തിലെ അതങ്ങോട്ടൊന്ന് പരിചയപ്പെട്ടു വരാം. നമ്മുടെ ബ്രെയിനുമായിട്ട് സിൻക്രണൈസ് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളൂ കേട്ടോ. നമ്മളെല്ലാ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പഠിച്ച് അങ്ങനെ തന്നെയാണ്, സമയമെടുത്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? സാവധാനം. എങ്ങനെയാണ് നമ്മൾ ആ പ്രൊവിഷൻസ് ബിൽഡ് ചെയ്യാം? കൂടുതൽ ചെയ്ത് നമുക്ക് ഈ ഒരു പാറ്റേണുമായിട്ട് ഫെമിലിയർ ആയി. പിന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് പിടികിട്ടിയ ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതിന്റെ മാരക വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലേ, ആ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്കറിയാം ഇതാണ് ഉത്തരം. ഒരുപക്ഷെ നമ്മൾ മുമ്പ് അത് ചെയ്തായിരിക്കും, അല്ലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കി, 498 is 17% ലെസ് ദാൻ ദ നമ്പർ ബൈ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? 498 ഏതോ സംഖ്യയുടെ 17% കുറവാണ്. ഏതോ സംഖ്യയുടെ 17% കുറവാണ്. അപ്പൊ ഇവിടെ എന്ത് തരത്തിലാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്? അപ്പോ 17% ലെസ് ദാൻ എ നമ്പർ, 17% ലെസ് ദാൻ എ നമ്പർ. നമ്മൾ മുമ്പ് ഇതിനോട് സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയായിരുന്നു. 17% ലെസ് ദാൻ എ നമ്പർ, ഏതോ ഒരു നമ്പറിനെ കുറിച്ച്. അപ്പൊ ആ നമ്പറിനെ നമുക്ക് n എന്ന് ഡിനോട്ട് ചെയ്തു. n. അപ്പൊ n-നേക്കാൾ 17% കുറവ്. ഈ 100 17 കുറച്ചാൽ എന്താ? 100 17 കുറച്ചാൽ എത്രയായിരിക്കും വരിക? അപ്പൊ 100 17 കുറച്ചാൽ 83. ഇതിനെ നമുക്ക് 83% ഓഫ് n എന്ന് എഴുതരുന്നു. അപ്പൊ ഈ 83% ഓഫ് n ആണ്, 83% ഓഫ് n ആണ് നമ്മളോട് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന 498 എന്നാണ് ഇതിന്റെ മീനിങ്. അപ്പൊ ഏതോ സംഖ്യയുടെ 17% കുറഞ്ഞപ്പോൾ 498 ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-ൽ നിന്ന് 17 കുറച്ചു 83% എന്ന് പറഞ്ഞു. 83% ഓഫ് ദാറ്റ് നമ്പർ ആണ് 498. ഇനി n കണ്ടുപിടിക്കരുതോ? 83% നമുക്ക് എങ്ങനെ ചെയ്യാം? 83/100 ഓഫ് n ആണ് 498. അപ്പൊ സാധാരണ ഇക്വേഷൻസ്, ഓൾജിബ്രൈക് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുന്ന പോലെ തന്നെ n എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ ഈ 498/83 into 100 എന്ന് എടുത്താൽ പോരെ. അപ്പൊ കാണുന്ന മാത്രയിൽ ഒരല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഓപ്പറേഷൻ ആണെങ്കിൽ കൂടി നിങ്ങൾ അവിടെ ഓപ്ഷൻസിനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 498/83 കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരുവാൻ സാധിക്കും. അത് ഇവിടുത്തെ ഒരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ചാണ്. നമ്മൾ സാധാരണ കണക്കുകൂട്ടലുകൾ പോലെ മാരകമായിട്ടുള്ള ഈ കാൽക്കുലേഷൻ അവിടെ കുത്തിയിരുന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ലക്ഷണം വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാം. നിങ്ങളത് ചിന്തിച്ച് 498 താഴെയുള്ള 83-നെ 100-ആയിട്ട് ഒരു ചെങ്ങാത്തുമില്ല. 100-നെ ആയിട്ട് വെട്ടിപ്പോകാവുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് 83-ലുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ 100-നെ വിട്ടേക്കൂ. ഈ 498 പൂർണ്ണമായിട്ടും 83 അടങ്ങിയെങ്കിലല്ലേ നമുക്ക് ഇതേപോലെ പൂർണ്ണസംഖ്യാ രീതിയിലുള്ള ഉത്തരങ്ങൾ കിട്ടൂ. ഓപ്ഷൻസ് നോക്കി, ഓപ്ഷൻസ് അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോണം എന്ന്.
അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഒരു ചെറിയ ഐഡിയ ഡെവലപ്പ് ചെയ്തു. ഈ പറയുന്ന 8ലേക്ക് 498 ആണല്ലോ, 83നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 8ൽ അവസാനിക്കാം? അത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്നു ഒരു 6 കൊണ്ട് ഗുണിച്ചാൽ പറ്റും. 6 3 18 ആണ്. അപ്പൊ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി. 83നെ 6 കൊണ്ട് ഗുണിച്ചാൽ എന്താ സംഭവിക്കുക? അപ്പൊ 6 3 18, 1 മിച്ചമുണ്ട്, 6 8 48, 1 49 ആണ്. സംഗതി ഓക്കെയാ. അപ്പൊ ഒട്ടനെ നമ്മൾ വെട്ടി ഇവിടെ. ഇത് 6. അപ്പൊ സംഗതി മനസ്സിലായോ? എത്ര എന്ന് കിട്ടി? 600 എന്ന് കിട്ടിയില്ലേ? 600. ഇതാണ് ഉത്തരം. ഇത്രയേ വേണ്ടൂ. ഈ ചെയ്തതിനെ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വേയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഈ ചെയ്തതിന് പകരം ഈ ചെയ്ത കാര്യം തന്നെ ഇത്രയും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ പുതിയ ഒരാളെ പരിചയപ്പെടുകയാണ്. അതാണ് യൂണിറ്ററി മെത്തേഡ്. യൂണിറ്ററി മെത്തേഡ്. ഇനി ഇങ്ങനെ ഇത്തരം ടോപ്പിക്കുകളിൽ പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇങ്ങനെ എല്ലാ ടോപ്പിക്കുകളിലും നമ്മൾ വ്യാപകമായിട്ട് പരിചയപ്പെടാം. ഈവൻ ജോമെട്രിയിൽ പോലും കേട്ടോ വ്യാപകമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ആളാണ് യൂണിറ്ററി മെത്തേഡ്. യൂണിറ്ററി മെത്തേഡ് ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്തിച്ചേർന്ന സംഗതി 17% ലെസ് ദാൻ നമ്പർ ആയിരിക്കും 498 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 83% ആണ് 498. നമ്മൾ 83% ഓഫ് n എന്നൊക്കെ എഴുതുന്നതിന് പകരം കേവലം ഒരു ആരോ ഇട്ടാൽ മതി. 83% സൂചിപ്പിക്കുന്നത് 498നെയാണ്. 83% എന്നുള്ളത് 498 ആണെങ്കിൽ, ഏതോ സംഖ്യയുടെ 83% 498 ആണെങ്കിൽ ആ സംഖ്യ എന്താണ്? അപ്പൊ സംഖ്യ എന്ന് പറഞ്ഞ ഹോൾ പൂർണ്ണമായിട്ടാണ് അല്ലെ. അപ്പൊ അതെന്താണ് എന്ന് കിട്ടാൻ നമ്മൾ അതിനെ 100% എന്ന് ഇട്ടാൽ മതി. 100% എന്താണ്? ഇതാണ് യൂണിറ്ററി മെത്തേഡ്. അപ്പൊ 83% എന്നുള്ള 498 ആണെങ്കിൽ 100% എന്തായിരിക്കും? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന് ചെയ്യേണ്ട സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. 83 ഐറ്റംസിന്, ആർട്ടിക്കിൾസിന് 498 രൂപയാണെന്ന് കരുതുന്നു. റേഷ്യോയുടെ കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇവിടെ വേരിയേഷന്റെ കോൺസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണത്തിന്റെ വില എന്ന് പറഞ്ഞാൽ 498/83. അവിടെ പിന്നെ പെർസെന്റേജ് ചിഹ്നത്തിനെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. ആ രണ്ട് ഫിഗേഴ്സിനെ കുറിച്ച് അവിടെ ശ്രദ്ധിച്ചാൽ മതി. 83 100. 83 ആർട്ടിക്കിൾസിന്റെ വില, 83 ബുക്സിന്റെ വില 498 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബുക്കിന്റെ വില 498/83 അല്ലേ. ഇത്തരത്തിൽ ഒരു ബുക്കിന്റെ എന്ന് കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഇതിന് യൂണിറ്ററി മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അത്തരം 100 ബുക്സിന്റെ പ്രൈസ് എന്ത്? ഇതാണ് ഈ ചോദിക്കുന്നത്. അത്തരം 100 ബുക്സിന്റെ പ്രൈസ് എന്ത്? അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പിലേക്ക് തന്നെ വന്നു. അപ്പൊ അവിടെ എഴുതിയ അത്രയും സ്റ്റെപ്പ് ഓഫ് റഫ് വർക്ക് നമുക്ക് വേണ്ടി വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതിന് മറ്റു ചോദ്യങ്ങൾ വരുമ്പോൾ അതിന്റെ ഈസി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിനെ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം ഈ സെറ്റിൽ. 6 and 1/4% ഓഫ് 1600, 12 and 1/2% ഓഫ് 1800. അപ്പൊ ഇവരെ ഓരോരുത്തരെ ആദ്യം ഒന്ന് പരിചയപ്പെടും. ആരാണ് 6 and 1/4%? അപ്പൊ 6 and 1/4% കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ ആയി കഴിഞ്ഞാൽ 6 4 24 ഒന്നും 25, താഴെ 4 എന്ന് പറഞ്ഞാൽ 400 എന്നാക്കാം. എന്തുകൊണ്ടാ? പെർസെന്റേജിന്റെ 100 കൂടി എടുത്തു. ഇത് നമുക്ക് മനസ്സിലായി 1/16 ആണ് അല്ലെ. 1/16. അപ്പൊ 1/8ന്റെ പകുതിയാണത് കേട്ടോ. 1/8ന്റെ പകുതിയാണത്, ശ്രദ്ധിച്ചോ. ഇനി നമുക്ക് അടുത്തയാളെ പരിചയപ്പെട്ടു. 12 and 1/2 ഇനി ഇങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ടല്ലോ. നിങ്ങളുടെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരണം. 12 and 1/2 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അത് 1/8 ആണ്. അപ്പൊ ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 6 and 1/4% ഓഫ് 1600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/16 ഓഫ് 1600 എന്നാണ് ആദ്യത്തെ വാല്യൂ വരിക. രണ്ടാമത്തത് 1/8 ഓഫ് 800 എന്നും വരും. അപ്പൊ കാര്യം എളുപ്പമായി. 1/16 ഓഫ് 1600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 എന്ന് തന്നെ വരിക. 1/8 ഓഫ് 800 എന്ന് പറഞ്ഞാൽ അത് വേറൊരു 100 വന്നു. അപ്പൊ 100 + 100 എത്രയാണെന്ന് വന്നോളും? 100 + 100 200 എന്ന് എളുപ്പത്തിൽ കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് കാര്യം മനസ്സിലായി. ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഈ 6 and 1/4% കണ്ടു. അപ്പൊ ആകെ ടെൻഷനായി. മറിച്ച് നമുക്ക് മനസ്സിലായി ഈ സംഖ്യകളൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എത്ര എളുപ്പമാണ്, എത്ര സ്മൂത്ത് ആയിട്ട് നമുക്ക് ചെയ്തു പോകാം എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചത്, ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത് പെർസെന്റേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, പെർസെന്റേജ് കൺവേർഷൻസ് ആണ്. പെർസെന്റേജ് നിന്ന് ഫ്രാക്ഷനിലേക്ക്, ഫ്രാക്ഷനിൽ നിന്ന് പെർസെന്റേജിലേക്കുള്ള കൺവേർഷൻസ്. പിന്നെ ഒറ്റ കാൽക്കുലേഷൻ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചുള്ളൂ, x% ഓഫ് y. അപ്പൊ അതിൽ നിന്ന് വരുന്ന വ്യത്യസ്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. ഇനിയുമുണ്ട് പരിചയപ്പെടാൻ ധാരാളം. അപ്പൊ
ഇത്രയും സാധനം നല്ല ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക, അതിനെ മനസ്സിലാക്കി വെക്കുക. കൂടാതെ അതിന് സമാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ എവിടെന്നെങ്കിലുമൊക്കെ തേടി പിടിച്ച് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. കൂടുതൽ കോൺസെപ്റ്റ്സിനെ നമുക്ക് വരുന്ന സെഷൻസിൽ പരിചയപ്പെടാം. തൽക്കാലം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.